സ്കൂട്ടർ അപകടത്തിൽ 59കാരൻ മരിച്ച സംഭവത്തിൽ ഈ സ്കൂട്ടർ കമ്പനിക്കെതിരെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജനുവരി 24 രാത്രിയാണ് തൊണ്ടയാട് ബൈപ്പാസ് മേൽപ്പാലത്തിന് സമീപത്ത് വീൽ ഹബ്ബ് പൊട്ടി ഫാറൂഖ് സ്വദേശിയായ കോട്ടിൽ വീട്ടിൽ സജീവന് അപകടം പറ്റിയത്. ഭാര്യ ബേബി ആസീനയോടൊപ്പം അത്തോളിക്കടുത്ത് കുടുംബ വീട്ടിൽ നിന്നും ഫാറൂഖ് കോളേജിലെ വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് കാട്ടിൽ വീട്ടിൽ സജീവന് അപകടം സംഭവിച്ചത്. തുടർന്ന് ഗുരുതര പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് സജീവ് മരിച്ചത്. സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വീൽ ഹബ്ബ് പൊട്ടിയതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. സംഭവത്തിൽ സ്കൂട്ടർ കമ്പനിക്കെതിരെ പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ജനുവരി 24 രാത്രി ഒരു 9:30 ആകുമ്പോൾ നമ്മൾ തൊണ്ടയാട് ബൈപ്പാസ് വെച്ചിട്ട് വണ്ടിയുടെ വീല് ഹബ്ബെന്ന് പൊട്ടിയിട്ട് ഊരി തെറിച്ചിട്ടാണ് ഈ അപകടം സംഭവിച്ചത്. ഒരു ഏകദേശം 6 മാസമായിട്ടുള്ള വണ്ടി എടുത്തിട്ട് 16-17 ലക്ഷത്തിൻ്റെ അടുത്താണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ അവിടെ പേ ചെയ്തത്. പക്ഷെ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ആ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വേറൊരു രീതിയിലുള്ള ഇതുമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.